الله أكبر الله أكبر الله أكبر لا إله إلا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم. സൂറത്തുൽ ഹുജറാത്താണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയ്ക്ക് ശേഷം മദീനയിൽ ചെറിയ റൂമുകൾ പടുത്തുയർത്തിയിരുന്നു. ആ റൂമുകളെ കുറിച്ചുള്ളൊരു പരാമർശം ഈ സൂറത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് ഹുജറാത്ത് എന്ന നാമകരണം നൽകിയിട്ടുള്ളത്. ഹിജ്റ 9ാമത്തെ വർഷമാണ് ഈ സൂറത്ത് അവതരിച്ചത്. സൂറത്തുൽ മുജാദലയ്ക്ക് ശേഷം അവതരിച്ചിട്ടുള്ള സൂറത്താണ് ഇത്. ഇതിൽ സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഉപദേശങ്ങളും മാർഗദർശനങ്ങളുമാണ് നമുക്ക് നൽകുന്നത്. ആദ്യ ഭാഗത്ത് അള്ളാഹുവിനോടും പ്രവാചകനോടുമൊക്കെ മുസ്ലിങ്ങൾ സ്വീകരിക്കേണ്ട, പാലിക്കേണ്ട ചില മര്യാദകളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ലാ തുഖദ്ദിമു, നിങ്ങൾ മുൻകടന്ന് പ്രവർത്തിക്കരുത്, പറയരുത്, ബൈന യദയില്ലാഹി വറസൂലിഹി, അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ്റെ റസൂലിൻ്റെയും മുമ്പിൽ മുൻകടന്നുകൊണ്ട് ഒരു കാര്യവും പറയുകയോ പ്രവർത്തിക്കുകയോ നിങ്ങൾ ചെയ്യരുത്. വത്തഖുല്ലാ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഇന്നല്ലാഹ സമീഉൻ അലീം, തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും സർവ്വതും അറിയുന്നവനുമാണ്. വിശുദ്ധ ഖുർആനിൽ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ നമുക്ക് കാണാം. ഇവിടെ സൂറത്ത് ആരംഭിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ എന്ന് വിളിച്ചുകൊണ്ടാണ്. പ്രവാചകൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരെ വിളിക്കുന്ന, അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരെ വിളിച്ചുകൊണ്ടുള്ള ശൈലി ഖുർആനിൽ കാണാം. യാ അയ്യുഹല്ലദീന ആമനു എന്ന്, അതേപോലെ യാ അയ്യുഹല്ലദീന കഫറു, യാ അയ്യുഹൽ കാഫിറൂൻ, യാ അയ്യുഹല്ലദീന ഹാദു, യാ ബനി ഇസ്രായീൽ, യാ അഹ്ലൽ കിതാബ്. ഇങ്ങനെയൊക്കെ വിശുദ്ധ ഖുർആൻ ഓരോ വിഭാഗങ്ങളെയും പ്രത്യേകമായി വിളിച്ചുകൊണ്ട് ഉപദേശിക്കുന്ന, കൽപ്പിക്കുന്ന, വിരോധിക്കുന്ന കാര്യങ്ങൾ ഖുർആനിൽ നമുക്ക് കാണാവുന്നതാണ്. പൊതുവെ എല്ലാ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് വിളിച്ചിട്ടുള്ള ഒരുപാട് ഉപദേശങ്ങൾ ഖുർആനിലുണ്ട്. യാ അയ്യുഹൽ ഇൻസാൻ, മനുഷ്യ എന്ന് വിളിച്ചുകൊണ്ട് ഉപദേശിക്കുന്ന കാര്യങ്ങളുണ്ട്. ചിലയിടങ്ങളിൽ യാ ബനി ആദം, ആദം സന്തതികളെ എന്നും ഖുർആൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഖുർആൻ നമ്മൾ പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള വിവിധ ശൈലിയിൽ ഖുർആൻ ആളുകളെ വിളിക്കുകയും ഉപദേശിക്കുകയും ചെയ്തിട്ടുള്ള സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിൽ ധാരാളമായി കാണാവുന്നതാണ്. ഇവിടെ ഖുർആൻ ആരംഭിച്ചത് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ എന്ന് വിളിച്ചുകൊണ്ടാണ്. യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളി വിശുദ്ധ ഖുർആനിൽ 89 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. 20 സൂറത്തുകളിലായി 89 സ്ഥലങ്ങളിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിശുദ്ധ ഖുർആനിൽ വിളിച്ചിട്ടുണ്ട്. ഇവിടെ ഈ വിളിയിൽ ചില തത്വങ്ങളുള്ളതായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു.
ഒന്ന്, വിശ്വാസത്തിലേക്ക് ചൂണ്ടി വിശ്വാസത്തിൻ്റെ താല്പര്യത്തെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ ശക്തമായ ഒരു പ്രചോദനം നൽകുക എന്നത് ഈ വിളിയുടെ ഒരു ഉദ്ദേശമാണ്. രണ്ടാമത്തത്, ഈമാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസികളിൽ ഉണ്ടാകേണ്ട കാര്യമാണ് ഈ വിളിച്ച ശേഷം പറയുന്ന വിഷയം. അത് ഈമാനിൻ്റെ പൂർത്തീകരണത്തിന് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് പറയുന്ന കാര്യം എന്താണോ അതിന് വിപരീതമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ്റെ ഈമാനിന് കുറവ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പ്രധാനമായും യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിക്കുമ്പോൾ അതിൽ 3 തത്വങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഒന്ന്, പറയപ്പെടാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള ശക്തമായ ഒരു പ്രചോദനം അത് ഉൾക്കൊള്ളുന്നുണ്ട്. പറയാനിരിക്കുന്ന കാര്യം ഈമാനിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമാണ്. അതിന് വിപരീതം പ്രവർത്തിച്ചാൽ അത് ഈമാനിന് കുറവ് വരുത്തുന്ന കാര്യവുമാണ്. അൽ ഈമാനു യസീദു വയൻഖുസു, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുന്നൊരു സംഗതിയാണ് ഈമാൻ. അതുകൊണ്ട് ഈമാനും കർമ്മവും ജീവിതവും തമ്മിൽ ബന്ധമുണ്ട്. ജീവിതത്തിൽ ചെയ്യുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിനനുസരിച്ച് ഈമാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ നിന്ന് പിന്നിലേക്ക് പോകുമ്പോൾ ഈമാൻ കുറയുകയും ചെയ്യും. ഈ ഒരു സന്ദേശം ഈ വിളിയിൽ ഉൾക്കൊള്ളുന്നു എന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. അറബി ഗ്രാമർ അനുസരിച്ച് യാ എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ വിളിക്കുന്നു എന്നാണ് അതിൻ്റെ ആശയം. അയ്യു ഹ എന്ന് പറയുന്ന ഹ അത് തംബീഹിൻ്റെ ഹ എന്നാണ് പറയുക, ഉണർത്തുവാനുള്ള ഹ. അഥവാ ശേഷം പറയുന്ന കാര്യം ഉണർന്ന് ശ്രദ്ധാപൂർവം ശ്രവിക്കേണ്ടതുണ്ട്. ലാഘവത്തോടെ കാണേണ്ട വിഷയമല്ല, സുപ്രധാനമായ കാര്യമാണ് പറയാൻ പോകുന്നത്. ഈ ഉണർത്തലാണ് യാ അയ്യുഹ എന്ന് പറയുന്ന പ്രയോഗത്തിൽ ഉൾക്കൊള്ളുന്നതായി പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഇത്തരത്തിൽ വിളിച്ചുകൊണ്ട് അള്ളാഹു ഉപദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി, ലാ തുഖദ്ദിമു, നിങ്ങൾ മുൻകടന്ന് പ്രവർത്തിക്കരുത്, പറയരുത് എന്നാണ്. ഖദ്ദമ എന്ന പദം നമുക്കറിയാം. അല്ലാഹുമ്മ അഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു, നമുക്കൊക്കെ പരിചയമുള്ള നമസ്കാരത്തിലെ പ്രാർത്ഥനകളിൽ ഒന്നാണത്. ഞാൻ മുന്തിച്ചതും ഞാൻ പിന്തിച്ചതും അല്ലാഹു എനിക്ക് നീ പുറത്തു തരണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. അതുകൊണ്ട് ഖദ്ദമ എന്ന് പറഞ്ഞാൽ മുന്തിച്ചു എന്ന അർത്ഥമാണ് വരുന്നതെങ്കിലും ഇവിടെ അതിന് ഭൂരിപക്ഷ മുഫസ്സിറുകളും നൽകിയിട്ടുള്ളത് മുൻകടന്ന് ചെയ്യരുത്, പറയരുത് എന്ന ആശയമാണ്. അറബി ഗ്രാമർ അനുസരിച്ച് മുതഅദ്ദി, ലാസിം എന്നിങ്ങനെ 2 പ്രയോഗമുണ്ട്. ഒരു സാധനം ഉരുട്ടി എന്ന് പറഞ്ഞാൽ, പന്ത് ഉരുട്ടി എന്ന് പറഞ്ഞാൽ അത് മുതഅദ്ദിയാണ്. ആ പന്ത് ഉരുണ്ടു എന്ന് പറയുമ്പോൾ അതിന് ലാസിം എന്നാണ് അറബി ഗ്രാമർ അനുസരിച്ച് പറയുക. സകർമ്മക്രിയ എന്നും അകർമ്മക്രിയ എന്നുമാണ് മലയാള ഗ്രാമർ അനുസരിച്ച് പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ മുതഅദ്ദി അല്ല, മറിച്ച് ലാ തുഖദ്ദിമു എന്ന് പറഞ്ഞാൽ മുൻകടക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് ഭൂരിപക്ഷ പണ്ഡിതന്മാരും നൽകുന്നു. 10 ഖുറാഉകളുണ്ട്. അറിയപ്പെടുന്ന 10 ഖാരികളാണ് മുസ്ലിം ലോകത്ത് അംഗീകരിച്ചു വരുന്ന ഖുറാഅ് പണ്ഡിതന്മാർ. ആ ഖുർആൻ പാരായണത്തിൽ യാക്കൂബ് എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതനുണ്ട്. അദ്ദേഹം ഇവിടെ ലാ തുഖദ്ദിമു എന്നിടത്ത് ലാ തഖദ്ദമു എന്ന് ഓതിയിട്ടുണ്ട്. ലാ തഖദ്ദമു എന്ന് പറയുമ്പോൾ നിങ്ങൾ മുൻകടക്കരുത് എന്ന ആശയമാണ്. സാധാരണ മുഖദ്ദിമ എന്ന് പറയും, ഒരു ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിനൊക്കെ മുഖദ്ദിമ എന്ന് പറയും. സൈന്യത്തിൻ്റെ ആമുഖത്തിൽ പോകുന്ന മുന്നണി സൈന്യത്തിനും പറയും മുഖദ്ദിമത്തുൽ ജയ്ഷ് എന്ന് പറയും. ഇതേപോലെയുള്ള ആശയമാണ് ലാ തഖദ്ദമു എന്ന് പറയുമ്പോൾ നിങ്ങൾ മുൻകടക്കരുത് എന്നാണ്. ബൈന യദയില്ലാഹി വറസൂലിഹി, അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും മുമ്പിൽ എന്നാണ്. സാധാരണഗതിയിൽ ബൈന എന്ന് പറഞ്ഞാൽ ഇടയിൽ എന്നാണ് അർത്ഥം വരിക. യദ് എന്ന് പറഞ്ഞാൽ കൈ എന്നാണ്. അപ്പോൾ ബൈന യദൈഹി എന്ന് പറഞ്ഞാൽ ഇരു കരങ്ങൾക്കിടയിൽ എന്നാണ് വാക്കർത്ഥം വരുന്നത്. പക്ഷേ വിശുദ്ധ ഖുർആനിൽ ഇത്തരം ഒരു പ്രയോഗമുണ്ട്.
അറബി ഭാഷയിലും ഇത്തരമൊരു പ്രയോഗമുണ്ട്. ആ പ്രയോഗത്തിൻ്റെ അർത്ഥം കൈകൾക്കിടയിൽ എന്നല്ല, മറിച്ച് അമാമ് എന്നാണ്, മുന്നിൽ എന്നാണ്, മുമ്പിൽ എന്നാണ്. സാധാരണ നമ്മൾ പറയുന്നതാണ് അമാമ് ഖൽഫ് എന്നുള്ള പ്രയോഗം. മുന്നിൽ എന്നതിന് അമാമ് എന്നും പിന്നിൽ എന്നുള്ളതിന് ഖൽഫ് എന്നും ഉപയോഗിക്കുന്നു. സംസാര ഭാഷയിൽ സാധാരണ ഖുദ്ദാം എന്നും വറാ എന്നും ഉപയോഗിക്കാറുണ്ട്. എല്ലാം ഒരേ അർത്ഥത്തിനുള്ള വാക്ക് തന്നെയാണ്. അത്തരത്തിൽ ബൈന യദൈ എന്ന് പറയുന്നത് ഭാഷാപരമായിട്ടുള്ള പ്രയോഗം അമാമ് എന്ന അർത്ഥത്തിലാണ്. ഇപ്പോൾ ഖുർആനിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്ന പല പ്രയോഗങ്ങളിലും യദ് എന്ന് വന്നിട്ടുണ്ട്. ബൽ യദാഹു മബ്സൂത്തത്താൻ, അള്ളാഹുവിൻ്റെ ഇരു കരങ്ങളും നിവർത്തപ്പെട്ടതാണ്. ഖലഖ്തു ബിയദയ്യ, എൻ്റെ ഇരു കരങ്ങൾ കൊണ്ട് ഞാൻ സൃഷ്ടിച്ചു. അങ്ങനെ പറയുന്ന ആയത്തുകളിലെല്ലാം അർത്ഥം ഉദ്ദേശിക്കുന്നത് യദ് എന്ന് പറഞ്ഞാൽ കൈ എന്ന അർത്ഥം തന്നെയാണ്. അല്ലാതെ ചിലർ വ്യാഖ്യാനിക്കുന്ന പോലെ കാരുണ്യമെന്നോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് എന്നോ അതിന് വ്യാഖ്യാനമില്ല. അതേ പ്രകാരം അള്ളാഹുവിൻ്റെ അവയവങ്ങൾ എന്നുമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് യദ് എന്ന വാക്കിന് അർത്ഥം കരം എന്ന് കൈ എന്നാണ്. ആ കൈ നമുക്ക് സങ്കല്പിക്കാവുന്നതല്ല, സൃഷ്ടികളോട് ഒരു നിലക്കും തുലനപ്പെടുത്താവുന്നതല്ല. അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിക്കുന്ന വിധത്തിലുള്ള കൈ എന്നാണ് ഖുർആനിൽ പറയുന്ന അത്തരം കൈ എന്ന പ്രയോഗം വന്നിടത്തെല്ലാം ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ അള്ളാഹുവിന് രണ്ട് കൈയുണ്ട് എന്ന പ്രയോഗം ഖുർആനിലും വന്നിട്ടുണ്ട്, ഹദീസുകളിലും വന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ ബൈന യദൈ എന്ന് പ്രയോഗിച്ചതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ മുമ്പിൽ എന്ന അർത്ഥമാണ്. ഖുർആൻ ആ പ്രയോഗം ഖുർആനിലും വരുന്നുണ്ട്. അപ്പം മഴയ്ക്ക് മുമ്പായി കാറ്റിനെ അള്ളാഹു നിയോഗിക്കുമെന്ന് ഖുർആൻ പറഞ്ഞു. ആ കാറ്റിനെ നിയോഗിക്കുമെന്ന് പറഞ്ഞിടത്ത് ഖുർആൻ പറയുന്ന വാക്ക് ബൈന യദൈ എന്നാണ്. കാരുണ്യത്തിൻ്റെ മുമ്പായി, ബൈന യദൈ റഹ്മത്തി, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് മഴ. ആ മഴയ്ക്ക് മുമ്പായി അള്ളാഹു കാറ്റിനെ നിയോഗിക്കുന്നു നിങ്ങൾക്ക് സന്തോഷവാർത്തയായിക്കൊണ്ട് എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഖുർആനിൽ തന്നെ മറ്റ് സ്ഥലങ്ങളിലും ബൈന യദൈയില്ല അല്ലെങ്കിൽ ബൈന യദൈ റഹ്മത്തി എന്നൊക്കെ പ്രയോഗിച്ചിടത്ത് അമാം എന്നാണ്, മുന്നിൽ എന്നാണ് അർത്ഥം വരുന്നത്. ആ അർത്ഥമാണ് ഇവിടെയും സ്വീകരിച്ചിട്ടുള്ളത് എന്നർത്ഥം. അപ്പോൾ ഖുർആനിൽ കാണുന്ന എല്ലാ യദ് എന്നതിനും കൈ എന്നർത്ഥമല്ല, അത് അറബി ഭാഷാ പ്രയോഗമാണിത്. ആ പ്രയോഗമനുസരിച്ച് ഇവിടെ ബൈന യദയില്ല, അള്ളാഹുവിൻ്റെ മുമ്പിൽ, വ റസൂലിഹി, അവൻ്റെ പ്രവാചകൻ്റെയും മുമ്പിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങളാരും മുൻകടക്കരുത്. വത്തഖുല്ലാ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഇന്നല്ലാഹ സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് എന്നാണ്. ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം ഒരുപാട് സംഭവങ്ങളാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഇമാം ബുഖാരി തഅലീഖായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. ബുഖാരിയിൽ രണ്ട് രീതിയിലാണ് കാര്യങ്ങൾ ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ളത്. ഒന്ന് ഹദീസ് പരമ്പരയോടൊപ്പം പറയുന്നത്, അതിനാണ് സാധാരണ ഹദീസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് അദ്ധ്യായത്തിൻ്റെ കൂടെ ചേർത്തുകൊണ്ട് സഹാബത്തിൻ്റെ അഭിപ്രായങ്ങൾ, ഖുർആനിലെ ചില ആയത്തുകളുടെ അവതരണ പശ്ചാത്തലങ്ങൾ, താബീങ്ങളുടെ വ്യാഖ്യാനങ്ങളും വിവരണങ്ങളും ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ചില വചനങ്ങളുണ്ടാകും. അതിന് പരമ്പര പറയാറില്ല. അത്തരത്തിൽ ഇമാം ബുഖാരി തഅലീഖായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ പരമ്പരകളെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് ഫത്ഹുൽ ബാരിയിൽ അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അവതരണ പശ്ചാത്തലമായി ഹസൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള സംഭവം, അന്ന ഉനാസൻ ദബഹു ഖബല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ നഹർ, ഒരു പെരുന്നാൾ ദിനത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പായി ചില ആളുകൾ ബലിയറത്തു. ഫഅമറഹും അൻ യുഈദു ദബ്ഹൻ, അവരോട് വീണ്ടും അറക്കുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ പ്രവാചകൻ കൽപ്പിച്ചു. ഫഅൻസലല്ലാഹ്, അപ്പോൾ അള്ളാഹു അവതരിപ്പിച്ചതാണ് യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലി എന്ന ഈ ആയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാളിൻ്റെ ഖുത്ബയിലും ആളുകളെ കൃത്യമായും പഠിപ്പിച്ചൊരു സംഗതി, പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ ശേഷമാണ് ഉളഹിയ്യത്ത് അറക്കേണ്ടത്. അതിൻ്റെ മുമ്പ് ആരെങ്കിലും അറുത്താൽ അത് ഉളഹിയ്യത്തല്ല എന്നും, ഷാത്തു ലഹം, സാധാരണത്തെ ആടിൻ്റെ മാംസം മാത്രമാണ്
ബലിയുടെ പുണ്യം അതിന് ലഭിക്കില്ല എന്ന് പ്രവാചകൻ ഖുത്ബയിൽ തന്നെ ആളുകൾ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. ഒരു തവണ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞപ്പോൾ സദസ്സിലുണ്ടായിരുന്ന ഒരു സഹാബി അബൂ ബുർദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞാൻ നേരത്തെ തന്നെ അറുക്കുകയും മാംസവിതരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഹാദാ യൗമുൻ യുസ്തഹാ ഫീഹിൽ ലഹം, മാംസം കിട്ടണമെന്ന് ആളുകൾ ആഗ്രഹിക്കുന്ന ദിനമാണല്ലോ. അപ്പോൾ വളരെ നല്ല ഉദ്ദേശത്തിൽ ആളുകൾക്ക് നേരത്തെ മാംസവിതരണം ചെയ്യുന്നത് ഗുണകരമായിരിക്കുമെന്നുള്ള ഉദ്ദേശത്തിൽ അദ്ദേഹം നേരത്തെ അറുക്കുകയും എന്നിട്ടാണ് പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി മുസല്ലയിലേക്ക് വന്നിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, വീണ്ടും അറുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു, എൻ്റെ അടുക്കൽ ഇതിന് പ്രായമായതില്ലല്ലോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്കത് മതി, വലൻ തജ്സിയ അൻ അഹദിൻ ബഅദക, മേലിൽ മറ്റാർക്കും മതിയാവുകയില്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് നൽകിയിട്ടുള്ള ഉപദേശം. ഇത്തരം സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അഥവാ അത് നമ്മെ മനസ്സിലാക്കുന്ന ഒരുപാട് പാഠങ്ങൾ ഇതിൻ്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെടുത്തിയിട്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നർത്ഥം. മറ്റൊരു അവതരണ പശ്ചാത്തലമായി പരാമർശിക്കുന്ന കാര്യങ്ങൾ, ചില ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നേരത്തെ തന്നെ നോമ്പ് തുടങ്ങുന്നു. ഷഅബാൻ അവസാനമായി കഴിഞ്ഞാൽ നാളെ 30 റമദാൻ 1 എന്ന് സംശയം വരും. അങ്ങനെ സംശയം വരുന്ന ദിനത്തിൽ നോമ്പെടുക്കാൻ പാടില്ല എന്നതാണ് പ്രവാചകൻ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ അധിക സൂക്ഷ്മത പുലർത്താൻ വേണ്ടി ചില ആളുകൾ നാളെ റമദാൻ ആയേക്കാമല്ലോ എന്ന സംശയത്തിൻ്റെ ദിനം അവർ വ്രതമനുഷ്ഠിക്കുകയുണ്ടായി. അത്തരം സമ്പ്രദായമുണ്ടായ സന്ദർഭവും ഈ ആയത്തിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ടുണ്ട്. ഇമാം തബറാനിയും അതുപോലെ മറ്റു ചിലരും ഉദ്ധരിച്ചിട്ടുള്ള സംഭവമാണ്. ആ സംഭവത്തിലുള്ളത് അൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ അന്ന നാസൻ കാനു യതഖദ്ദമൂന അശ്ശഹറ ഫയസൂമൂന ഖബ്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅൻസലല്ലാഹു യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലി. ചില ആളുകൾ മാസത്തിൻ്റെ മുമ്പ് തന്നെ പ്രവാചകൻ്റെ മുമ്പായിക്കൊണ്ട് വ്രതമനുഷ്ഠിക്കുകയും ആ സന്ദർഭത്തിലാണ് ഈ ആയത്ത് അവതരിക്കുകയും ചെയ്തത് എന്ന് ഇതിൻ്റെ സബബുൻ നുസൂലുമായി അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തബറാനി ഉദ്ധരിച്ചിട്ടുണ്ട്. മറ്റൊരു സംഭവം ഖത്താദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇബ്നു ജരീർ ത്വബരിയും ഇതിൻ്റെ പശ്ചാത്തലമായി സൂചിപ്പിക്കുന്നുണ്ട്. ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന നാസൻ കാനു യഖൂലൂൻ, ചില ആളുകൾ പറഞ്ഞിരുന്നു, ലൗ ഉൻസില ഫീ ഖദാ, ഇന്ന വിഷയത്തിൽ അള്ളാഹുവിൽ നിന്നൊരായത്ത് അവതരിച്ചെങ്കിൽ എന്നിങ്ങനെ ചില കാര്യങ്ങളെ സംബന്ധിച്ച് ആളുകൾ പറഞ്ഞപ്പോഴാണ് ഈ ആയത്ത് അവതരിച്ചതെന്ന്. അഥവാ സൂചിപ്പിക്കുന്നത്, ഈ ആയത്ത് അവതരിക്കുന്ന സന്ദർഭങ്ങളിൽ വ്യത്യസ്ത വിഷയങ്ങളിലും വിവിധ പശ്ചാത്തലങ്ങളും സമൂഹത്തിലുണ്ടായിരുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ളൊരു പരിഹാരവും നിർദ്ദേശവും ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഈ ആയത്തിൻ്റെ അവതരണമെന്നാണ് ഇതിൽ നിന്നെല്ലാം പണ്ഡിതന്മാർ നമ്മെ വ്യക്തമാക്കി മനസ്സിലാക്കി തരുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അവതരണ പശ്ചാത്തലവും കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ആയത്തിൻ്റെ ആശയത്തിൽ ഒട്ടേറെ വിഷയങ്ങൾ നമുക്ക് ചിന്തിക്കാനും പഠിക്കാനുമുള്ള അവസരങ്ങൾ ലഭിക്കുകയാണ് ചെയ്യുന്നത്. പൂർവകാല മുഫസ്സിറുകൾ ഈ ആയത്തിൻ്റെ തഫ്സീർ വിശദീകരിച്ചിട്ടുണ്ട്. തർജുമാനുൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രമുഖ മുഫസ്സിറായ സ്വഹാബികളുടെ പ്രസിദ്ധ പണ്ഡിതനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ആയത്തിൻ്റെ തഫ്സീറുകൾ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് അലി ഇബ്നു അബീ ത്വൽഹ ഉദ്ധരിക്കുന്ന വ്യാഖ്യാനം, ലാ തഖൂലു ഖിലാഫൽ കിതാബി വസുന്ന, ഖുർആനിനും സുന്നത്തിനും എതിര് നിങ്ങൾ പറയരുത്. അതാണ് ഈ ആയത്തിന് നൽകിയിട്ടുള്ള ഒരു വ്യാഖ്യാനം. ഇബ്നു അബ്ബാസിൽ നിന്ന് തന്നെ ഔഫി ഉദ്ധരിക്കുന്നത്, നഹാ അൻ യതകല്ലമു ബൈന യദൈ കലാമിഹി, പ്രവാചകൻ്റെ സംസാരത്തിൻ്റെ മുമ്പിൽ ആളുകൾ സംസാരിക്കുന്നത് ഇതിലൂടെ വിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ്. താബിയിലെ പ്രമുഖ മുഫസ്സിറായ മുജാഹിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇതിന് നൽകുന്ന വിശദീകരണം, ലാ തഫ്താതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിശൈഇൻ ഹത്താ യഖ്ളിയല്ലാഹു തആല അലാ ലിസാനിഹി. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ നാവിലൂടെ
റബ്ബിൻ്റെ തീരുമാനം വരുന്നത് വരെ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ തീരുമാനം പറയരുത്, നിങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ട് എന്നാണ്. ലഹാഖ് റളിയല്ലാഹു അൻഹു അതിന് നൽകിയ വ്യാഖ്യാനം ലാ തഖ്ലു അംറൻ ദൂനല്ലാഹി വറസൂലിഹി മിൻ ശറാഇ ദീനിക്കും, അള്ളാഹുവിനെയും റസൂലിനെയും കൂടാതെ മതത്തിൻ്റെ നിയമങ്ങളിലൊന്നും നിങ്ങൾ വിധി പറയരുത്. ഇതാണ് പൂർവകാല മുഫസ്സിറുകളെല്ലാം ഏകദേശം സമാനമായ ഒരാശയത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് വ്യാഖ്യാനം പറഞ്ഞിട്ടുള്ളത്. ഇമാം സുഫിയാനു സൗരി റഹിമഹുല്ലാ അദ്ദേഹം ഇതിന് നൽകിയിട്ടുള്ള വ്യാഖ്യാനം ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി ബിഖൗലിൻ വലാ ഫിഅലിൻ, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പ്രവാചകൻ്റെയും അള്ളാഹുവിൻ്റെയും മുമ്പിൽ നിങ്ങൾ മുൻകടക്കരുത് എന്നാണ് നൽകിയിട്ടുള്ളത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു മുസ്ലിമായ മനുഷ്യൻ സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ഇവിടെ അള്ളാഹു നമ്മോട് വിരോധിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മുമ്പിൽ നമ്മൾ അഭിപ്രായം പറയുകയും തീരുമാനം പറയുകയും ചെയ്യരുത്. അവരിൽ നിന്നുള്ള തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടതുണ്ട്. അവരിൽ നിന്ന് തീരുമാനം ലഭിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ എന്താണോ ഉള്ളത് അതായിരിക്കണം നമ്മുടെ തീരുമാനം. അള്ളാഹുവിൻ്റെ റസൂൽ എന്താണോ പഠിപ്പിച്ചത് അതാണ് നാം സ്വീകരിക്കേണ്ടത്. അതിനെതിരായ അഭിപ്രായം പറയുകയോ എതിരായ തീരുമാനത്തിലേക്ക് നാം എത്തിച്ചേരുകയോ ചെയ്യരുത്. ഇത് രണ്ടും മുസ്ലിങ്ങൾക്ക് അനുവദനീയമല്ല എന്നതാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്ന മഹത്തായ സന്ദേശം. ഇവിടെ സബബുൻ നുസൂലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ വ്യക്തമാണ്. വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ ആവർത്തിച്ച് സൂചിപ്പിക്കുന്നൊരു കാര്യവും ഏതൊരു വിഷയത്തിലും ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട പ്രമാണം ഖുർആനും സുന്നത്തുമാണ്. വ്യക്തമായ രീതിയിൽ അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നുള്ളൊരു തീരുമാനം ലഭിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൻ്റെ മുമ്പിൽ പിന്നെ നമുക്ക് അഭിപ്രായത്തിന് പ്രസക്തിയില്ല. ഏതെങ്കിലും വ്യക്തികളുടെ അഭിപ്രായത്തിനും പ്രസക്തിയില്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ചാണ് അദ്ദേഹം പറഞ്ഞത്, ഈ ഖബറിൽ കിടക്കുന്ന ഇല്ലാ സാഹിബു ഹാദിൽ ഖബർ, ഈ ഖബറിലുള്ള അള്ളാഹുവിൻ്റെ റസൂലല്ലാത്ത മറ്റേതൊരു മനുഷ്യൻ്റെയും വാക്കിൽ സ്വീകരിക്കപ്പെടാവുന്നതും തിരസ്കരിക്കപ്പെടാവുന്നതുമുണ്ട്. അദ്ദേഹം പറഞ്ഞ പ്രസിദ്ധമായൊരു വചനമാണത്. ലോകത്ത് പ്രവാചകനല്ലാത്ത ഒരു വ്യക്തിയെയും ആത്യന്തികമായി നമുക്ക് പിൻപറ്റാൻ പാടില്ല. വലിയ പണ്ഡിതന്മാരായ ആളുകൾ അഭിപ്രായങ്ങളിൽ പോലും ചിലപ്പോൾ അബദ്ധം സംഭവിക്കാം. മനുഷ്യനാണ്, കാര്യങ്ങൾ അവ്യക്തമായേക്കാം. വേണ്ടത്ര തെളിവുകൾ ലഭിക്കാത്തതിൻ്റെ പേരിലൊക്കെ ചിലപ്പോൾ ഒരു കാലത്ത് ലഭിച്ച അഭിപ്രായങ്ങൾ തീരുമാനങ്ങൾ പിന്നീട് മാറ്റി പറഞ്ഞെന്ന് വരാം. ഇതൊക്കെ പണ്ഡിതന്മാരുടെ ഇടയിൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആത്യന്തികമായ ഒരു മുസ്ലിമിനെ സ്വീകരിക്കാനുള്ളത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള സ്വീകാര്യമായ ഹദീസുകളുമാണ്. പ്രവാചകൻ്റെ തീരുമാനത്തിന് പിന്നെ മാറ്റമില്ല. കാരണം അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വഹയിൻ്റെ ഒരു ഭാഗവും കൂടിയാണ് പ്രവാചകൻ നൽകുന്ന സന്ദേശം എന്നുള്ളത്. യമനിലേക്ക് മുആദ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ നിയോഗിക്കുമ്പോൾ അദ്ദേഹത്തോട് റസൂലുള്ളാഹി ചോദിച്ചു, ബിമ തഹക്കുമു, അവിടെ എത്തിയാൽ നീ എന്താണ് നീ വിധിക്ക് അവലംബിക്കുക എന്ന്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ഞാൻ അവലംബിക്കും. ആ ഗ്രന്ഥത്തിൽ നീ കണ്ടില്ലെങ്കിലോ പ്രവാചകരുടെ സുന്നത്ത് ഞാൻ നോക്കും. അതിൽ നീ കാണുന്നില്ലെങ്കിലോ നേർക്കുനേരെ ഖുർആനിലും സുന്നത്തിലും ആ വിഷയം പരാമർശിച്ചതായി നിൻ്റെ അറിവിലില്ല എങ്കിൽ നീ എന്ത് ചെയ്യും? അജിത്തഹിദു റഅയി, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ അഭിപ്രായത്തെ കണ്ടെത്തുവാൻ വേണ്ടി പരിശ്രമിക്കും. അപ്പോൾ വ്യക്തമായി ഖുർആനിലൊരു വിഷയം പറഞ്ഞാൽ അവിടെ അവസാനിച്ചു. പ്രവാചകൻ്റെ സുന്നത്തിൽ ആ വിഷയം വിശദീകരിക്കപ്പെട്ടാൽ അവിടെ അവസാനിച്ചു. എന്നാൽ ആധുനികമായ ചില വിഷയങ്ങൾ നേർക്കുനേരെ ഖുർആനിൽ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഖുർആനിലൂടെയും പ്രവാചകൻ്റെ വചനങ്ങളിലൂടെയും ലഭിച്ചിട്ടുള്ള മാർഗദർശനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വ്യക്തമായി അതിലില്ലാത്ത വിഷയങ്ങൾക്ക് തീരുമാനം കണ്ടെത്തേണ്ടത്. അത്തരത്തിൽ ഞാൻ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ കൊട്ടിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, അൽഹംദുലില്ലാ അല്ലദീ ഉഫ്ഫിഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിമാ യുർദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ പ്രവാചകന് തൃപ്തിയുള്ള ഒരു തീരുമാനത്തിലേക്ക് പ്രവാചകൻ്റെ ദൂതനായ താങ്കൾക്ക് അള്ളാഹു തൗഫീഖ് നൽകിയല്ലോ, അതുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞതായ ഒരു ഹദീസ്
ഈ വിഷയത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു കസീർ റഹിമഹുല്ലാ തഫ്സീറിൽ അതിൻ്റെ സനദിനെപ്പറ്റി ചില പണ്ഡിതന്മാർ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ശരി, ഇമാം മുഹമ്മദ്, അബൂദാവൂദ്, തിർമിദി, ഇബ്നു മാജ എല്ലാം ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. സൂചിപ്പിക്കുന്നത് ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട നിലപാട് വളരെ കൃത്യമായിട്ട് തന്നെ ഈ ആയത്തിലുണ്ട്, മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വിശദീകരണത്തിലുണ്ട്, ഇതിൻ്റെ അവതരണ പശ്ചാത്തലത്തിലും നമുക്ക് കാണാവുന്നതാണ്. പലപ്പോഴും സമൂഹത്തിലുണ്ടാകുന്ന രണ്ട് പ്രധാനപ്പെട്ട അബദ്ധങ്ങൾ ഈ അവതരണ പശ്ചാത്തലം നമ്മൾ ചിന്തിപ്പിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ ആളുകൾ ചെയ്യുന്നത് നല്ല മനസ്സോടുകൂടെയാണ്, ഉദ്ദേശശുദ്ധിയോടുകൂടെയാണ് ചെയ്യുന്നത് ഗുണകരമായിരിക്കും, അതിൻ്റെ നല്ല വശങ്ങൾ ആലോചിച്ചുകൊണ്ട് പ്രവർത്തിച്ചു. അങ്ങനെ പ്രവർത്തിച്ച ആളുകളെ ഈ ആയത്തിലൂടെ അള്ളാഹു തിരുത്തി. പെരുന്നാൾ ദിനത്തിൽ നേരത്തെ തന്നെ മാംസവിതരണം നടത്തുക എന്ന നല്ല ഉദ്ദേശത്തിലാണ് ആളുകൾ ചെയ്തിട്ടുള്ളത്. ഉദ്ദേശം നന്നായിരുന്നുവെങ്കിലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവരോട് വീണ്ടും അറക്കുവാൻ കൽപ്പിച്ചുകൊണ്ട് നേരത്തെ ചെയ്തത് ബലിയല്ല എന്നവരെ പഠിപ്പിച്ചു. കാരണം ഏതൊരു കർമ്മവും ഉദ്ദേശശുദ്ധി മാത്രം പോരാ, അതിൻ്റെ കൂടെ ഇസ്ലാമിക മാർഗദർശനത്തിന് അനുസരിച്ചായിരിക്കണം, പ്രവാചകൻ്റെ ചര്യകൾക്ക് അനുസൃതമായിരിക്കണം. ബലിക്ക് സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അത് പെരുന്നാൾ നമസ്കാരം ഖുതുബയും കഴിഞ്ഞ ശേഷം മുതൽ 4 ദിനമാണ് ബലിക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. ആ ദിവസങ്ങളിൽ മാത്രമാണ് ബലി സ്വീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുമ്പ് ബലി ഇറക്കുമ്പോൾ ആ ബലി സ്വീകരിക്കപ്പെടുന്നില്ല. അപ്പോൾ നമുക്കറിയാം, റമദാൻ മാസവും ഉത്തമമായ മാസമാണ്. റമദാൻ അവസാനം വളരെ പുണ്യമുള്ള സമയമാണ്. ആ പുണ്യം കിട്ടുവാൻ വേണ്ടി ഒരാൾ ഉദഹിയത്തായി നിശ്ചയിച്ച മൃഗത്തെ റമദാനിൻ്റെ അവസാനത്തിലോ 27 അന്ന് രാത്രിയോ കറുത്താൽ അത് ഉദഹിയത്തല്ല, റബ്ബിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നില്ല. പുണ്യമുള്ള ദിനമായതുകൊണ്ടോ മാസമായതുകൊണ്ടോ ആ റബ്ബിൻ്റെ അടുക്കൽ സ്വീകരിക്കുന്നില്ല. കാരണം പ്രവാചകൻ്റെ ചര്യക്കനുസൃതമായി ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു കർമ്മം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നത്. ഉദ്ദേശശുദ്ധി മാത്രം പോരാ എന്നതാണ് ഇത് നൽകുന്നൊരു സന്ദേശം. രണ്ടാമത് ഇത് നൽകുന്ന സന്ദേശം അമിതമായ സൂക്ഷ്മതയും തീവ്രതയും സമൂഹത്തിലുണ്ടാക്കുന്ന ദുരന്തങ്ങളാണ്. പലപ്പോഴും സമൂഹം വഴിതെറ്റിപ്പോകുന്നതും അബദ്ധം വരുന്ന കാര്യങ്ങളും ഒന്നതാണ്. അതിസൂക്ഷ്മത പുലർത്തിയത് കൊണ്ടാണ് സംശയത്തിൻ്റെ ദിനത്തിൽ നോമ്പനുഷ്ഠിക്കുന്നത്. ഷഅബാൻ 30 ആണോ 29 കഴിഞ്ഞ് നാളെ റമദാൻ 1 ആണോ എന്നാണ് സംശയം. അത്തരം സംശയമുള്ള ദിനങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ വിരോധിച്ചു. ആ ദിനത്തിൽ നോമ്പനുഷ്ഠിച്ച ആളുകളെ ഈ ആയത്തിലൂടെ അള്ളാഹു തിരുത്തി എന്നാണ് ഇതിൻ്റെ അവതരണ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് അത്തരത്തിലുള്ള ഉലുവ് ഒരു സംഗതി എങ്ങനെയാണോ പഠിപ്പിച്ചിട്ടുള്ളത് ആ പഠിപ്പിച്ച പരിധിയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണം. ആ പരിധിക്കപ്പുറമുള്ള തീവ്രതയും അതിസൂക്ഷ്മതയും ചിലപ്പോൾ ഇതേപോലെയുള്ള അബദ്ധത്തിലേക്ക് എത്തുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യവും ഈ ആയത്ത് നമുക്ക് നൽകുന്ന സന്ദേശമാണ്. അത്തരത്തിലുള്ള സമീപനങ്ങളാണ് ചിലപ്പോൾ ബിദ്അത്തുകളിലേക്ക് സമൂഹത്തെ എത്തിക്കുന്നത്. ഒരു ഭാഗത്ത് ഒലുവ് വരുമ്പോൾ വിശ്വാസരംഗത്തുള്ള ബിദ്അത്തുകൾ വരുന്നു. പരിധി ലംഘിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ ആ തീവ്രമായ നിലപാടുകൾ മനുഷ്യനെ അപകടത്തിലേക്ക് എത്തിക്കുന്നു. ഉദ്ദേശശുദ്ധി മാത്രം പരിഗണിക്കുകയും പ്രവാചകൻ്റെ ചര്യക്ക് അനുസൃതമാകാതിരിക്കുകയും ചെയ്തുകൊണ്ടാണ് നവീനമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സമൂഹത്തിൽ രൂപപ്പെട്ടു വരുന്നത്. മനസ്സ് നല്ലതാണ്, ഉദ്ദേശം നല്ലതാണ്. പക്ഷെ അക്കാര്യം പ്രവാചകൻ ചെയ്തോ ഇസ്ലാമിൽ മാതൃകയുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ ഉണ്ടാവില്ല. എങ്കിൽ ആ കാര്യങ്ങളാണ് ഇസ്ലാമിൽ ബിദ്അത്ത് എന്ന പേരിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഉണർത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് ബിദ്അത്തുകൾ ഒരു മുസ്ലിം പ്രവർത്തിക്കരുത് എന്ന സന്ദേശം നമുക്ക് നൽകുന്നു. അതേ പ്രകാരം തന്നെ മതത്തിൻ്റെ അനുഷ്ഠാനങ്ങളിൽ അതിതീവ്രത മുസ്ലിങ്ങൾ പുലർത്തുകയും അപകടത്തിലേക്ക് എത്തിപ്പോവുകയും ചെയ്യുന്നത് സൂക്ഷിക്കണമെന്ന് നമ്മൾ ഉണർത്തുകയാണ്. ഏതൊരു വിഷയത്തിലും ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അധ്യാപനങ്ങളായിരിക്കണം നമ്മൾ മുറുകെ പിടിക്കേണ്ടത് എന്ന് നമ്മളെ ഉണർത്തുന്നു. മാത്രമല്ല അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും തീരുമാനമുണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഏതൊരു വ്യക്തിക്കും പ്രാമുഖ്യം കൊടുത്തുകൂടാ. ഇപ്പോൾ സംശയമുള്ള ദിനത്തിൽ നോമ്പനുഷ്ഠിക്കാൻ പാടുണ്ടോ പാടില്ലേ എന്ന വിഷയത്തിൽ ഹംബലി മദ്ഹബിൻ്റെ പണ്ഡിതന്മാർ ഇമാം അഹ്മദ് ഹംബലിൻ്റെ റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായം ആ ദിനത്തിൽ നോമ്പെടുക്കാമെന്നാണ്. പക്ഷെ വ്യക്തമായി പ്രവാചകൻ്റെ വചനത്തിന് എതിരാണത്. അതേപോലെ തന്നെ
സംശയമുള്ള ദിനങ്ങളിൽ നോമ്പെടുക്കുന്നത് തെറ്റാണെന്നുള്ളത് വ്യക്തമായ ഹദീസ് ഉള്ളതുപോലെ തന്നെ മറ്റ് ചില വിഷയങ്ങളിലും നമുക്ക് പണ്ഡിതാഭിപ്രായങ്ങൾ വ്യക്തമായ ഹദീസിനെതിരായി കാണാവുന്നതാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വീക്ഷണപ്രകാരം ശവ്വാലിലെ 6 നോമ്പില്ല. ശവ്വാൽ മാസത്തിലെ 6 സുന്നത്ത് നോമ്പ്, ആ നോമ്പിനെക്കുറിച്ച് അദ്ദേഹം വ്യക്തമായി പരാമർശിക്കുന്നത് അങ്ങനെ ഒരു സുന്നത്ത് നോമ്പില്ല, അങ്ങനെ നോമ്പ് അനുഷ്ഠിക്കുന്നതൊന്നും എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഇല്ല എന്ന് വിശദമായിട്ട് അദ്ദേഹം പറയുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വ്യക്തമായിട്ടുള്ള ഹദീസ് ആ വിഷയത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില വിഷയങ്ങളിൽ പണ്ഡിതന്മാർ വലിയ മഹാരഥന്മാരായ പണ്ഡിതന്മാരാണെങ്കിൽ പോലും ആ വിഷയത്തിലുള്ള പ്രവാചകൻ്റെ ചര്യകൾ കിട്ടാത്തതുകൊണ്ട്, ലഭിക്കാത്തതുകൊണ്ട് അവരുടെ ചില അഭിപ്രായങ്ങൾ ഹദീസിന് എതിരായി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു വ്യക്തിക്കല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇമാമുകളാണെങ്കിൽ പോലും അവർക്ക് അബദ്ധം വരാം, തെളിവുകൾ അവർക്ക് ലഭിക്കാതിരിക്കാം. പക്ഷേ സ്വീകരിക്കേണ്ടത്, അവരെക്കാൾ സ്ഥാനം നൽകേണ്ടത് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. മാലിക്കി മദ്ഹബിൻ്റെ വീക്ഷണമനുസരിച്ച്, ഇമാം മാലിക്കിൻ്റെ മുഅത്തയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയ അനുസരിച്ച് വെള്ളിയാഴ്ച നോമ്പെടുക്കുന്നതിന് പ്രാധാന്യമുള്ള ശൈലിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിരോധിച്ച കാര്യമാണ്. ആഴ്ചകളിൽ ഏറ്റവും പുണ്യമുള്ള പ്രാധാന്യമുള്ള ദിനമാണ് വെള്ളിയാഴ്ച എന്ന് അല്ലാഹു റസൂൽ പഠിപ്പിക്കുന്നു. അതേ പ്രവാചകൻ തന്നെ നമ്മളോട് പറയുന്നു, നിങ്ങൾ വെള്ളിയാഴ്ചക്ക് മാത്രമായി പ്രാധാന്യം കൊടുത്തുകൊണ്ട് നോമ്പനുഷ്ഠിക്കരുത് എന്ന്. ജുവൈരിയ റളിയല്ലാഹു അൻഹ നോമ്പെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇന്നലെ നോമ്പെടുത്തിരുന്നോ? ഇല്ല എന്ന് പറഞ്ഞു. നാളെ നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഫാഫ്തിരി, നോമ്പ് മുറിച്ചാളാ. വെള്ളിയാഴ്ചക്ക് വേണ്ടി പ്രത്യേകിച്ച് നോമ്പെടുത്തത് കൊണ്ട് പ്രവാചകൻ ആ നോമ്പ് മുറിക്കാൻ നിർദ്ദേശിച്ചു. അത്രത്തോളമാണ് അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉദ്ദേശം നല്ലതാണല്ലോ. വെള്ളിയാഴ്ച പുണ്യദിനം, ആ ദിനത്തിൽ നോമ്പ് നിൽക്കുമ്പോൾ അതിനൊരു പുണ്യമുണ്ട് എന്ന നല്ല ഉദ്ദേശമാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ വിലക്കിയ കാര്യമാണത്. അപ്പോൾ ഏതൊരു കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അതിൽ ചില അടിസ്ഥാന തത്വങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരായ അഭിപ്രായം ഒരു പണ്ഡിതൻ പറഞ്ഞാൽ ആ പണ്ഡിതനെ നാം സ്വീകരിക്കരുത്. നമ്മുടെ സമൂഹത്തിൽ വരുന്ന ഒരബദ്ധം, പ്രവാചകൻ്റെ ശേഷമുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതനെ മാത്രം ചൂണ്ടിക്കാണിക്കുകയും അദ്ദേഹം പറയുന്നതെല്ലാം ഞാൻ പൂർണ്ണമായി അനുസരിക്കും എന്ന് പറയുകയും ചെയ്യുന്ന സമീപനം അബദ്ധത്തിലേക്ക് എത്തിക്കും. എല്ലാ പണ്ഡിതന്മാരെയും ആദരിക്കണം, ബഹുമാനിക്കണം. അവരവർക്ക് ലഭിച്ചിട്ടുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പരമാവധിയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇമാം ഷാഫി റഹിമഹുള്ളാഹിനെ സംബന്ധിച്ച് തന്നെ ശറഹ് മുസ്ലിമിനും അതുപോലെ ബൈഹഖി പോലെയുള്ള ഗ്രന്ഥങ്ങളുടെ കണക്ക് ഷാഫി മദ്ഹബിൻ്റെ പണ്ഡിതന്മാർ തന്നെയാണ്. ചില വിഷയത്തിലുള്ള ഹദീസുകൾ ചർച്ച ചെയ്യുമ്പോൾ ഷാഫി ഇമാമിൻ്റെ അഭിപ്രായം ഈ ഹദീസിന് എതിരാണ്. അദ്ദേഹത്തിന് ഈ ഹദീസ് ലഭിച്ചിരുന്നുവെങ്കിൽ ഈ ഹദീസ് അനുസരിച്ച് അദ്ദേഹം പറയുമായിരുന്നു എന്ന് പ്രത്യേകം തന്നെ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. ആ ഹദീസ് ലഭിക്കാതെ പോയതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയാനുള്ള കാരണം എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ സൂചിപ്പിക്കുന്നത് ഇത്തരം വിഷയങ്ങളിലെല്ലാം നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നതിനെക്കുറിച്ചുള്ള ഒരു സംക്ഷേപവും കൃത്യമായൊരു രൂപരേഖയും ഈ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് നൽകുകയാണ്. ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മുമ്പിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങൾ മുൻകടക്കരുത്. അവരെ തീരുമാനങ്ങൾക്കെതിരിൽ മറ്റൊരാൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കരുത്. മറിച്ച് അവരെ ആയിരിക്കണം നിങ്ങൾ, അള്ളാഹുവിനെയും റസൂലിനെയും ആയിരിക്കണം നിങ്ങൾ ആത്യന്തികമായി പിൻപറ്റുകയും സ്വീകരിക്കുകയും ചെയ്യേണ്ടത്. വത്തഖുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. അതോടൊപ്പം അള്ളാഹു നമ്മോട് ഉപദേശിക്കുന്നത് ഇത്തരം റബ്ബ് കൽപ്പിക്കുന്ന കാര്യങ്ങളും വിരോധിക്കുന്ന കാര്യങ്ങളിലുമെല്ലാം അള്ളാഹുവിനെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇന്നല്ലാഹ സമീഉൻ, അള്ളാഹു നിങ്ങൾ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട്. അലീമുൻ, നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകളും താല്പര്യങ്ങളുമെല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ട് റബ്ബ് കൽപ്പിക്കാത്തതൊന്നും നിങ്ങൾ പറയേണ്ടതില്ല. അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ളതൊന്നും നിങ്ങൾ തീരുമാനിക്കേണ്ടതില്ല. മനസ്സിലുള്ളതോ അറിയുന്നവനും വാക്കുകൾ കേൾക്കുന്നവനുമായ അള്ളാഹുവാണ്. അതുകൊണ്ട് ആ അള്ളാഹുവിനെ നിങ്ങൾ കൃത്യമായും സൂക്ഷിക്കുകയും അവൻ്റെ കൽപ്പനകൾ കൃത്യമായും പാലിക്കുകയും ചെയ്യുക. ഇതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് എന്ന് അള്ളാഹു നമുക്ക് നൽകുന്ന നിർദ്ദേശമാണ്. അപ്പോൾ അള്ളാഹുവിനോട് ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട അദബ് എങ്ങനെയാണ്, പ്രവാചകനോട് സ്വീകരിക്കേണ്ട അദബ് എങ്ങനെയാണ്, ഈ കാര്യമാണ് നമ്മളെ ഈ ആയത്തിലൂടെ അള്ളാഹു ഉണർത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും
പ്രവാചകന് നൽകേണ്ട സ്ഥാനം എത്രത്തോളമാണ് എന്ന് നമ്മളെ ബോധിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നിർവഹിച്ചിട്ടുള്ളത്. അക്കാര്യം നാം മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ഖുർആനിൻ്റെയും മാർഗദർശനങ്ങൾ കൃത്യമായും മനസ്സിലാക്കുകയും മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. അത്തരത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹീതരായ വിശ്വാസികളാകാൻ നമ്മയെല്ലാം റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ.